ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് വണ്ടർലേക്കാണ് കേട്ടോ. അപ്പോൾ വണ്ടർലേക്ക് നമ്മുടെ കൂടെ പോകാൻ വേണ്ടിയിട്ടുള്ളത് മാളും കുഞ്ഞാവയാണ്. സാധാരണ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പം ഇവർ തന്നെയാണ് നമ്മുടെ കൂടെ ഒരു കമ്പാനിയനായിട്ടുള്ളത് ഗൈസ്. അപ്പോൾ നമ്മൾ 4 പേരും കൂടെയാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ നമ്മൾ പെട്രോളൊക്കെ അടിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോയത് സവിതയിലോട്ടാണ് കേട്ടോ. ഇത് നേര്യമംഗലത്തുള്ള സവിതയാണ്. എനിക്ക് തോന്നുന്നു കുറേ പേർക്കൊക്കെ എങ്കിലും ഈ ഒരു ഹോട്ടലിനെ പറ്റി റെസ്റ്റോറൻറ്റിനെ പറ്റി അറിയായിരിക്കും. ഭയങ്കര ടേസ്റ്റി ഫുഡാണ്. അതുകൊണ്ട് നമ്മുടെ ഫുഡ് ബിഗിൻ ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ഗൈസ്. അപ്പം നമ്മൾ വിശക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡാണ് കേട്ടോ ചൂസ് ചെയ്തത്. മാളു മാത്രം പൂരിയാണ് വാങ്ങിയത്. ബാക്കി എല്ലാവരും നമ്മൾ 3 പേര് വാങ്ങിയത് പൊറോട്ടയാണ് ഗൈസ്. അതാകുമ്പോൾ വിശക്കില്ലല്ലോ. നമ്മളവിടെ ചെന്നപ്പം ഭയങ്കര വെയിലായിരുന്നു ഗൈസ്. അതുകൊണ്ട് നമ്മളൊരു ലൈമും ഒരു വാട്ടർമെലൺ ജ്യൂസും കുടിച്ചിട്ടാണ് നമ്മൾ ഉള്ളിലോട്ട് കയറിയത് കേട്ടോ. അവിടുത്തെ വെയിൽ 10 മണി ആയുള്ളെങ്കിലും ഭയങ്കര കൂടുതലായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ അതൊക്കെ കുടിച്ചിട്ട് നമ്മൾ വണ്ടർലയുടെ ഉള്ളിലോട്ട് കയറുകയാണ് കേട്ടോ. ഇതാണ് എൻട്രൻസ് പോയിന്റ് വരുന്നത്. അപ്പം നമുക്ക് ഉള്ളിലോട്ട് പോവാം ഗൈസ്. ഗൈസ്, ഇത് അമലൂട്ടനാണ് കേട്ടോ. അപ്പോൾ സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവൻ അവിടെ നിന്ന് സൺസ്ക്രീൻ ഇടുകയാണ് കേട്ടോ. അവൻ മാത്രമല്ല തൊട്ടപ്പുറത്ത് കുഞ്ഞാവേ നിൽപ്പുണ്ട് കേട്ടോ. അവൻ്റെ വീഡിയോ എൻ്റെ കിട്ടിയിട്ടില്ല ഗൈസ്. അവനും അപ്പുറത്ത് നിന്ന് സൺസ്ക്രീൻ ഇടുന്നുണ്ട് കേട്ടോ. ശരിക്കും സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. അതുപോലെ കടുത്ത വെയിലാണ് ഗൈസ് അവിടെ. അങ്ങനെ നമ്മൾ അകത്തോട്ട് പോവാണ് കേട്ടോ ഗൈസ്. നമ്മളവിടെ കറക്റ്റ് ചെന്ന ടൈമിൽ ഏകദേശം അവിടെ ഓപ്പൺ ആവുന്നൊരു ടൈമായിരുന്നു. എന്നാലും കുറച്ച് നേരം നമ്മളവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കേണ്ടി വന്നു കേട്ടോ. അപ്പോഴേക്കാണ് അത് ഓപ്പൺ ആയത് കേട്ടോ. ഓപ്പൺ ആയി ഗൈസ്. ഇവിടുന്ന് ആളെ കയറ്റുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവർ. നമ്മൾ കയറിയപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ പോയത്. അപ്പം അവിടെ ചെന്നപ്പം അവിടെ ആദ്യം സെക്യൂരിറ്റി ചെക്കിനുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാഗിലുള്ള എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരത് വാങ്ങി വയ്ക്കും ഗൈസ്. പിന്നെ അവിടെ നമ്മുടെ ഓൺലൈൻ ടിക്കറ്റ് അവിടെ കാണിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുന്ന ക്യൂ ആണ് ഗൈസ് ഈ കാണുന്നത്. നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് വേണ്ട ഡ്രസ്സ് നൈലോൺ മെറ്റീരിയലുള്ള ഡ്രസ്സ് വേണമല്ലോ. അപ്പോൾ നമ്മളത് പുറത്തുനിന്ന് വാങ്ങിയിട്ടാണ് കേട്ടോ നമ്മൾ എൻട്രൻസിൻ്റെ ഉള്ളിലോട്ട് കയറിയത്. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ വാല്യൂബിൾസ് എല്ലാം നമ്മളവിടുത്തെ ഒരു ലോക്കറിൽ വെച്ചിട്ട് ആണ് നമ്മൾ പുറത്തിറങ്ങിയത് ഗൈസ്. നമ്മളവിടെ ചെന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഗൈസ്. അത് കഴിഞ്ഞിട്ടും എക്സൈറ്റ്മെൻറ്റിന് കുറവില്ലായിരുന്നു. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വണ്ടർലയിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ ഇങ്ങനെയുള്ള ഇതിൽ. എനിക്ക് ഓൾറെഡി ഹൈറ്റ് പേടിയാണ് ഗൈസ്. അപ്പം ഞാൻ ഇങ്ങനെയുള്ള ഈ ആക്ടിവിറ്റീസിലൊക്കെ ഞാൻ ഇന്നേ വരെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പം ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ എല്ലാവരുടെയും കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ മാത്രമല്ല, നമ്മൾ ഭയങ്കര വൈബ് പിടിച്ചാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇതിലാകെ ആ ഫ്രണ്ടിൽ പോകുന്നത് അതാണ് കുഞ്ഞാവ. അവന് ഇങ്ങനെയുള്ള ഹൈറ്റൊന്നും വലിയ പേടിയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ഗൈസ്. അവൻ എല്ലാത്തിലും ഇങ്ങനെ ഭയങ്കരമായിട്ട് കറക്കി ഉള്ളതിനകത്തൊക്കെ കയറാൻ വേണ്ടിയിട്ടായിരുന്നു ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന ഇതിൽ നമ്മളൊരു മിഡിലായിട്ടാണ് പോയി കയറിയത്. ആദ്യം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയത് ഇവിടെയാണെങ്കിലും അവനത് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ആദ്യത്തെ റൈഡ് കുഞ്ഞാവൻ അപ്പുറത്ത് കൊണ്ടിരിക്കുക. ഇത് ഞാൻ മുന്നേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ഗൈസ്. ഇപ്പം നമ്മൾ കയറിയിരിക്കുന്ന ഇത് ജസ്റ്റ് ആരതി ഒഴിയുന്ന പോലെ നമ്മളിങ്ങനെ കറക്കും ഗൈസ്. അപ്പം അത് കണ്ടപ്പം എല്ലാ റീൽസിലും ഇവർ പറയുന്നത് പേടിക്കാനൊന്നും ഇല്ലെന്നാണ്. പക്ഷെ ഞങ്ങൾ പേടിച്ച് ഗൈസ്. നെക്സ്റ്റ് നമ്മൾ പോയത് കാറിലായിരുന്നു. കാറ് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നു ഗൈസ്. ഇതിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്തില്ല കേട്ടോ. കാരണം ഇത് ഇത്തിരി സ്പീഡിൽ കറക്കും ഗൈസ്. ഇത്തിരി പിന്നെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ഗൈസ്. കൂടെ വന്ന കുഞ്ഞാവയ്ക്ക് ഏറ്റവും ഇഷ്ടം ഇതൊന്നും അല്ല, സില്ലി എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊന്നും കയറില്ല ഗൈസ്. അവനിങ്ങനെ മേളിൽ ഉയർത്തി ടപേന്ന് താഴെ വന്നുള്ള സാധനങ്ങളാണ് ഇഷ്ടം. അതുകൊണ്ട് അവൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മൾ പോവുകയാണ് ഗൈസ്.
നെക്സ്റ്റ് നമ്മൾ വന്നത് 3D മാജിക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് ടിക്കറ്റും അവൈലബിൾ ആണ്, നോർമൽ ടിക്കറ്റും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്കൊരു യെല്ലോ ബാൻഡ് കിട്ടും. അപ്പോൾ അത് വെച്ച് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് കയറി പോകാൻ പറ്റും കേട്ടോ. നമ്മൾ പക്ഷേ നോർമൽ ടിക്കറ്റ് എടുത്തിട്ടാണ് കേട്ടോ കയറിയത്. നമുക്ക് അങ്ങനെ കയറിയപ്പോൾ തന്നെ ഒരു കണ്ണാടിയൊക്കെ കിട്ടി ഗൈസ്. നമ്മൾ ആ കണ്ണാടി വെച്ച് വേണം നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളത് കണ്ടിട്ട് വരാം ഗൈസ്. എൻ്റെ വ്യൂ ഇതാണ് ഗൈസ്. ദിസ് ഈസ് മൈ വ്യൂ. പക്ഷെ സംഭവം കൊള്ളായിരുന്നു ഗൈസ്. പെട്ടെന്ന് തീർന്നു. പക്ഷെ 5 മിനിറ്റേ ഉള്ളൂ ഗൈസ്. നെക്സ്റ്റ് നമ്മൾ പോയത് സ്കൈറിംഗ് ആണ് കേട്ടോ. കുഞ്ഞാവയുടെ നിർബന്ധപ്രകാരമാണ് നമ്മളിവിടെ കയറിയത് ഗൈസ്. അവനിങ്ങനെ ഹൈറ്റും ഇങ്ങനെ കുറച്ച് പേടിക്കുന്നതൊക്കെ അവന് ഭയങ്കര താല്പര്യമുള്ളതാണ് ഗൈസ്. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഗൈസ്. വലിയൊരു ക്യൂ ആയിരുന്നു കേട്ടോ. ഒരുപാട് പിള്ളേരും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. സ്കൂളിൽ നിന്നാണെങ്കിലും അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഫൈനലി നമ്മൾ കയറുകയാണ് ഗൈസ്. നമ്മൾ 4 പേരും കൂടിയാണ് കേട്ടോ ഇതിൽ കയറിയത്. അതുകൊണ്ട് നമുക്കിതിൻ്റെ വലിയൊരു വീഡിയോസ് അങ്ങനൊന്നും ഇല്ല കേട്ടോ. നമ്മൾ എടുത്തിട്ടില്ല അങ്ങനൊരു വീഡിയോ. കാരണം ആദ്യത്തെ എക്സ്പീരിയൻസ് കാരണം പേടിയായിരുന്നു ഗൈസ്. നമ്മളിതിൻ്റെ മേളിൽ ചെല്ലുമ്പം നമുക്കിതിൻ്റെ ഒരു വണ്ടർലയുടെ ഫുൾ വ്യൂ നമുക്കിതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പോയത് വേറൊരു റൈഡിലോട്ടാണ് കേട്ടോ. ഇത് കണ്ടിട്ട് നമുക്ക് ശരിക്കും കണ്ണ് തള്ളു ഗൈസ്. കയറിന് വേണ്ടി ഒന്ന് പലതവണ ആലോചിച്ച് നമ്മൾ കയറി ഗൈസ്. ഇത് ശരിക്കും ഭയങ്കര ഒരു പേടിപ്പെടുത്തുന്ന ഒരു റൈഡാണ് ഗൈസ്. ഇതിൻ്റെ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലൂസാണ്. അപ്പം നമുക്ക് ഭയങ്കര ടെൻഷനാവും ഇതിലിരുന്ന് കഴിയുമ്പോൾ. നമ്മളിങ്ങനെ മുറം പേറ്റുന്ന ഒരു രീതിയിൽ പേറ്റും ഗൈസ്. അത് ബാക്കിലോട്ട് ഫ്രണ്ടിലോട്ടും ഇട്ട് കറക്കും നമ്മളിട്ട്. അയ്യോ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൽ കയറിയിട്ട് കണ്ണൊക്കെ നിറഞ്ഞ് ഞാൻ ശരിക്കും കണ്ണൊന്നും തുറന്നിട്ടേ ഇല്ല കേട്ടോ ഇതിൽ. കാരണം പേടിച്ച് അങ്ങനെ ഇറുക്കി പിടിച്ചിരിക്കുകയായിരുന്നു ഗൈസ്. ജീവനോടെ ഇറങ്ങാൻ പറ്റിയത് തന്നെ ഭാഗ്യം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ആ സാധനത്തിൽ കയറി പേടിച്ചറിഞ്ഞു. ഇവർക്ക് ആർക്കൊന്നും പറ്റിയില്ല ഗൈസ്. ഞാൻ പേടിച്ചു, മാളും പേടിച്ചു. ഇവിടെ വന്നിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു റൈഡാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. ഇത് ഭയങ്കര ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് തല ഇറങ്ങും ഗൈസ്. പേടിക്കാൻ വേണ്ടി അതിനുള്ളിൽ കയറേണ്ട കാര്യമില്ല ഗൈസ്. ഇവിടെ പുറത്തുനിന്ന് കണ്ടാലും അതിൻ്റെ ആ ഒരു ഫീല് നമുക്ക് കിട്ടും ഗൈസ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇതൊരു ഹൊറിബിൾ റൈഡാണ് ഗൈസ്. കുഞ്ഞാവയ്ക്ക് ഏറ്റവും ഇഷ്ടവും ഇൻട്രസ്റ്റ് ആയിട്ടും തോന്നി ഇതിൽ കയറാത്തതിൽ വിഷമവും തോന്നിയ ഒരു റൈഡ് ഇത് തന്നെയാണ് ഗൈസ്. അവന് കൂടെ കയറാൻ ആളില്ലാത്തതുകൊണ്ട് അവന് മിസ്സായ ഒരു റൈഡും കൂടിയാണിത് ഗൈസ്. നിങ്ങൾ കണ്ടു നോക്കും, നിങ്ങൾ കയറും ഇതിൽ കയറിയവരുടെ നിലവിളി ശബ്ദം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും ഗൈസ്. നോക്കൂ, അവരുടെ കാലുകളാണ് കാണുന്നത്. ഇത് കണ്ടിട്ട് തന്നെ ഭയങ്കര ഒരു അഡ്വഞ്ചറായിട്ട് തോന്നിയിട്ടാണ് ഞാനും ആളും ഒക്കെ പോയത് കേട്ടോ. ഇത് നമ്മൾ കയറാത്ത സെക്കൻഡ് റൈഡാണ് കേട്ടോ. നമ്മൾ 3 റൈഡ് സ്കിപ്പായിട്ടുണ്ട് ഗൈസ്. അതിൽ പേടിച്ചിട്ട് കയറാത്തതാണ് കേട്ടോ. അതിൽ രണ്ടാമത്തെ റൈഡ് ഇതാണ്. അപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഒരു 5D എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ 5D എക്സ്പീരിയൻസ് ചെയ്യാതിരുന്നപ്പം വിൻഡോയിൽ കൂടെ നമ്മൾ കണ്ടതാണ് അത്. അതിൽ കണ്ടപ്പോൾ തന്നെ നമുക്കത് സന്തോഷമായി ഗൈസ്. പിന്നെ നമ്മൾ അതിൽ കയറിയില്ല ഗൈസ്. അങ്ങനെ നമ്മൾ 5D എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞാനിത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അതെ പോവാം. ഇവനും നിലവിളി ശബ്ദം ഇടുക. ഇപ്പം നമ്മൾ ഈ കയറാൻ വേണ്ടി നിൽക്കുന്ന ഈ ഒരു വിമാനം പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ ഗൈസ്. ഇത് കണ്ണ് തള്ളി ഞാൻ ഓൾറെഡി കയറുന്നില്ലെന്ന് പറഞ്ഞ് പുറകെ നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. മാളും ഇതിൻ്റെ കുറച്ച് നമ്മൾ ആദ്യത്തെ പോർഷൻ കാണുമ്പോൾ നമുക്ക് നോക്കും ഇത് ഓക്കെ സിമ്പിൾ കയറാമെന്ന്. പിന്നെ ഇതിൻ്റെ സ്പീഡ് കൂട്ടും ഗൈസ്. സ്പീഡ് കൂട്ടി നമ്മൾ തലയിലേക്ക് ഇട്ട് കറക്കും ഗൈസ്. നിങ്ങൾ കാണുന്നുണ്ടോ? ഇങ്ങനെ ഇട്ട് കറക്കും ഗൈസ്.
ഇപ്പം നിങ്ങൾ ഓർക്കുന്നത് ഞാൻ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്, വിളറി വെളുത്ത് നിൽക്കുന്നതല്ലേ? കയറില്ല എന്ന് പറഞ്ഞ റൈഡിൽ ഞങ്ങൾ കയറി ഗൈസ്. കയറിയിട്ടുള്ള ആഘാതത്തിൽ ഞാൻ നിൽക്കുന്നതാണ്. ചത്ത് ഗൈസ്, ചത്ത് ഗൈസ്. അങ്ങനെ നമ്മൾ വന്നിരിക്കുന്നത് ഇതിലാണ് ഗൈസ്. ഇത് നമ്മൾ ആദ്യം വന്ന് കയറാൻ വേണ്ടി നോക്കിയിട്ട് നമ്മൾ തിരിച്ചു പോയതാണ് ഗൈസ്. തിയേറ്റർ പ്രസ് ഈ റൈഡ് സില്ലിയാന്ന് പറഞ്ഞ് കുഞ്ഞാവ ഈ റൈഡിൽ കയറിയില്ല ഗൈസ്. അവൻ ഇത്തിരി ഹാർഡായിട്ടുള്ള റൈഡ്സൊക്കെ വേണം, ഇത് സിമ്പിളാ കുട്ടികളുടെ എന്ന് പറഞ്ഞാൽ അവൻ കയറിയില്ല ഗൈസ്. ഹലോ ഗൈസ്, ഇപ്പം ഇവരടുത്തത് പോകുന്നത് വലിയ വേറെന്തെല്ലോ കയറാനായിട്ടാണ്. 2 ധീരന്മാർ പോകുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. 2 ധീരന്മാർ. കുഞ്ഞാവ് പോകുന്നുണ്ടോ? ഇതൊന്നും ഒന്നും ആയില്ല. കുഞ്ഞാവയ്ക്ക് ഈ വലുതിൽ കയറണമെന്നാണ് ഗൈസ്. ഏതിലോ കുഞ്ഞാവ് കയറേണ്ട? ഇതിലോ? ആ പൊങ്ങിയിട്ട് പോരുന്നതല്ലോ. അങ്ങനെ പേടിച്ച് വരച്ചിട്ടാണെങ്കിലും ആത്മധൈര്യം കൈവിടാതെ ഞാൻ ആ റൈഡിൽ കയറാൻ വേണ്ടി പോവാണ് ഗൈസ്. നിർബന്ധിച്ച് കയറ്റുന്നതാണ് കേട്ടോ. ഈ നിൽക്കുന്ന 2 ചെറുക്കന്മാരെ കണ്ടോ? ഇവർക്കൊരു പേടിയില്ല ഗൈസ്. മാള് പേടിച്ച് ആ ക്യൂവിൽ നിന്ന് ഇറങ്ങി പുറത്തു പോയി നിൽക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മുടെ ഊഴമായി ഗൈസ്, നമ്മൾ കയറുകയാണ്. ആ നിലവിളി ശബ്ദം ഇടുമോ അതുപോലെ ചങ്ക് പടപടാന്ന് ഇടിക്കുകയാണ് ഗൈസ്. പേടിച്ചിട്ടാവാം ആ കാലികൾ ഇടുന്നത്. എന്താണെങ്കിലും എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം ഗൈസ്. ഇതിൽ കയറാൻ വേണ്ടി മാളൂന് ഒരുപാട് നമ്മൾ നിർബന്ധിച്ചിട്ടോ. മാളൂന് ഹൈറ്റ് പേടിയാന്ന് പറഞ്ഞാൽ അവൾ കയറിയില്ല ഗൈസ്. എന്നെ പിടിച്ച് പഠിച്ച് എനിക്ക് ക്യൂവിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തതാണ് മെയിൻ കാരണം ഗൈസ്. ഞാൻ അതിൻ്റെ ഉള്ളിലാകപ്പെട്ടു. പിന്നെ കൊള്ളായിരുന്നു ഗൈസ്. ഇതിൽ പെട്ടെന്ന് നമ്മൾ മുകളിലോട്ട് ഇപ്പം പൊക്കുമ്പം ഒരു ഫീല് കിട്ടും ഗൈസ്. അങ്ങ് മേളിൽ ചെല്ലുമ്പോൾ പറന്നുയർന്നു. ആഹാ കർത്താവേ ഇതാ വരുന്നേ. മറ്റേ CID മ്യൂസിക്കകത്ത് ഡയലോഗ്സൊക്കെ നമുക്ക് ഓർമ്മ വരും ഗൈസ്. ഇനി ഇടയ്ക്ക് സ്റ്റോപ്പില്ല കേട്ടോ. ബാക്കി വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ആലുവേ നിർത്താം. ആ ഒരു രീതിയായിരുന്നു ഗൈസ്. പക്ഷേ പെട്ടെന്ന് തീർന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് എന്തോ സമയം എടുക്കുകയുള്ളൂ. ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പൊക്കും താഴോട്ട് താത്തും അങ്ങനെ. അപ്പം കൊള്ളായിരുന്നു ഗൈസ്. ഇതിൽ കയറിയില്ലായിരുന്നു നഷ്ടമായി പോയേനെ. കാരണം അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പോയത്. കൊള്ളായിരുന്നു ഗൈസ്, എനിക്കിഷ്ടപ്പെട്ടു. മുകളിലോട്ട് പോയപ്പോഴൊക്കെ പേടിച്ചെങ്കിലും താഴെ വന്നപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു ഗൈസ്. ഒരു യുദ്ധം ജയിച്ച് വന്ന സുഖം. അങ്ങനെ നമ്മൾ ലാൻഡ് റൈഡ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വാട്ടർ റൈഡിലോട്ട് പോവാണ് കേട്ടോ. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റത്തെ വാട്ടർ റൈഡിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ലാൻഡ് റൈഡിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് വാട്ടർ റൈഡാണ് കേട്ടോ. കാരണം ആ ഒരു ചൂടത്ത് വാട്ടർ റൈഡ് ഭയങ്കര അടിപൊളിയാണ് ഗൈസ്. നമ്മളിങ്ങനെ വെള്ളത്തിലോട്ട് വന്ന് വീഴുന്നു. ആഹാ എന്താ സുഖം. നല്ല രസമായിരുന്നു കേട്ടോ. അതുപോലെ ലാൻഡ് റൈഡ് പോലെ അത്ര പേടിക്കാനില്ല ഗൈസ്. ഇതിൽ കയറുമ്പം ഇപ്പം എടുക്കുന്ന ഫോട്ടോസ് ഉണ്ടോ, അത് നമുക്ക് ലാസ്റ്റ് നമുക്ക് പോകുമ്പോൾ നമുക്ക് എക്സിറ്റിൻ്റെ അവിടെ നിന്ന് കളക്ട് ചെയ്യാമെന്നാണ് കേട്ടോ. പൈസ കൊടുക്കണം, പക്ഷെ നമുക്കത് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ നന്നായിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ല കുറച്ച് ഫോട്ടോസ് കിട്ടും ഗൈസ്. ഒരു ചെറിയ ഭയം വരുമല്ലേ ഇറങ്ങുമ്പോൾ. ഇപ്പം നമ്മൾ പോകുന്നത് വാട്ടർ വേവ്സ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിനൊക്കെ കറക്റ്റ് ടൈമുണ്ട്. ആ ഒരു ടൈമിൽ ചെന്നാലേ നമുക്കിതിൽ തിര വരുള്ളൂ ഗൈസ്. ഇല്ലെങ്കിൽ തിര കാണില്ല. നമ്മൾ കറക്റ്റ് ചെന്ന സമയത്ത് തിര ഉണ്ടായിരുന്നു കേട്ടോ.
നമുക്ക് വീഡിയോസൊക്കെ എടുക്കണമെന്നൊരു പ്ലാനുള്ള കാരണം നമ്മൾ ഓൾറെഡി ഒരു വാട്ടർ സീൽഡ് ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ഫോണിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഫോണിലാണ് നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്നത്. അത് ശരിക്കും യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നാളെ പോവുകയാണെങ്കിൽ നിങ്ങൾക്കും ഇത് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോസൊക്കെ കിട്ടും. നമുക്ക് ടെൻഷനൊന്നും കാണില്ല ഗൈസ്, ഇല്ലെങ്കിൽ ഫോണൊക്കെ പോകും കേട്ടോ. അങ്ങനെ ഫോണുള്ളതുകൊണ്ട് നമുക്ക് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനും പറ്റി കേട്ടോ. ഈ വെള്ളത്തിൽ ഞങ്ങൾ 3 പേരും, ഞാനും അമലൂട്ടനും മാളും തലയൊക്കെ മുക്കി നമ്മൾ ഭയങ്കര സന്തോഷം ഹാപ്പി ആയിട്ട് എല്ലാത്തിലും മുങ്ങി നിവർന്നൊക്കെയാണ് നമ്മൾ വന്നത്. പക്ഷേ കുഞ്ഞാവ് തല നനച്ചില്ല ഗൈസ്. ഇത് ക്ലോറിൻ വെള്ളമാണെന്ന് പറഞ്ഞ് അവന് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ അവ തലയൊന്നും നനച്ചില്ല ഗൈസ്. പക്ഷേ ഇത് കൊള്ളായിരുന്നു ഗൈസ്. ഇത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ വാട്ടർ വേവ്സ്. ഈ തിര വരുമ്പോൾ ഭയങ്കര സുഖമാണ് ഗൈസ്. Hello everyone and welcome to Rain Disco only at Wonderland, a dance floor like never before. ഈ റെയിൻ ഡിസ്കോ അടിപൊളിയായിരുന്നു ഗൈസ്, ഒന്നും പറയാനില്ല. ഈ ഒരു ലേസർ ലൈറ്റ്സും ഭയങ്കര അടിപൊളിയായിരുന്നു. ഈ വെള്ളം വീഴുന്നതാണെങ്കിലും എല്ലാം. ക്ലോറിൻ വെള്ളത്തിൽ തല മുക്കില്ല, അതുകൊണ്ട് തല നനയ്ക്കില്ല എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ ഈ നിന്ന് ഡാൻസ് കളിക്കുന്നത് ഗൈസ്. ഇതാണ് വൈബ്. നമ്മുടെ ആ ഒരു പാട്ടും, ഇവിടെ നല്ല നല്ല പാട്ടുകളാണ് ഇവരിടുന്നത്. ആ പാട്ടും ഈ ഒരു ലേസർ ലൈറ്റ്സും ഈ ഒരു വെള്ളവും ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ വരുവാണെങ്കിൽ ഇതെന്തായാലും മറക്കാതെ എക്സ്പ്ലോർ ചെയ്യുക. ഈ റെയിൻ ഡിസ്കോ അടിപൊളിയാണ് ഗൈസ്. അങ്ങനെ അത് തീർന്നു ഗൈസ്. അത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ഫൈനലായിട്ട് നമ്മൾ കയറുന്ന ഒരു റൈഡാണ് കേട്ടോ. ഇത് വാട്ടർ സ്പ്ലാഷ് ആണ്. എല്ലാവർക്കും വണ്ടർലയുടെ ഒരു ഹോം പേജിൽ തന്നെ കാണാൻ പറ്റുന്നതാണ് വാട്ടർ സ്പ്ലാഷ്. അപ്പം ഇത് എക്സ്പീരിയൻസ് ചെയ്യാതെ നമ്മളാരും അങ്ങനെ വണ്ടർലയിൽ നിന്ന് പോവില്ല, കാരണം ഇത് അവരുടെ മെയിൻ ഐറ്റമാണ് കേസ്. ആരാണ്ടര കൂടെ പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വാട്ടർ സ്പ്ലാഷ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ് ഗൈസ്. ഞാനും അമലൂട്ടനും മാളവും കുഞ്ഞാവേ അങ്ങനെയാണ് നമ്മളിതിലിരുന്നത് കേട്ടോ. അപ്പം ഇതിൽ മുന്നേ കയറിയിട്ടുണ്ട് ഈ അമലൂട്ടനൊക്കെ. അപ്പോൾ അമലൂട്ടനൊക്കെ പറഞ്ഞു ഭയങ്കര ടൈറ്റ് ചെയ്ത് പിടിച്ചിരുമ്പോൾ മൂക്കിടിക്കുന്നൊക്കെ പറഞ്ഞു. ആ ഒരു ടെൻഷനാണ് ഗൈസ്. എൻ്റെ മുഖം കണ്ടു ഭയങ്കര ടെൻഷനായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഗുഹയ്ക്കുള്ളിൽ കൂടെ പോവുകയാണ് ഗൈസ്. അങ്ങനെ കുളിച്ച് ഗൈസ്. കൊള്ളായിരുന്നു കേട്ടോ, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഏകദേശം വണ്ടർല അടയ്ക്കാറായി ഗൈസ്. 6 മണി വരെയാണ് നമുക്ക് വണ്ടർല ഓപ്പൺ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ നമ്മൾ എല്ലാ റൈഡ്സിലും കയറിയിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യാണ് ഗൈസ്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ വണ്ടർല ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ട്രിപ്പ് അവസാനിച്ചിട്ടില്ല, നമ്മൾ ഇവിടുത്തെ റൈഡിലൊക്കെ കയറി എല്ലാം സെറ്റായി നമ്മൾ ഡ്രസ്സൊക്കെ മാറി ലാസ്റ്റ് ഫൈനൽ ഫോട്ടോസ് എടുക്കുകയാണ് ഗൈസ്. നമ്മുടെ മെയിൻ ക്യാമറമാൻ ഇൻ എവറി ഒക്കേഷൻ. അങ്ങനെ നമ്മൾ പോവാറായി നിൽക്കുമ്പോഴാണ് നമ്മളങ്ങനെ സ്ട്രോബെറി ഡിപ്ഡ് ചോക്ലേറ്റ് കാണുന്നത് കേട്ടോ. അപ്പം ഞാൻ അഹാനയുടെ വീഡിയോസിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. അഹാന ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഇത് കഴിക്കുന്നതൊക്കെ കണ്ടിട്ട് അങ്ങനെ ഒരു ഇതിൽ നമ്മൾ വാങ്ങിച്ചു ഗൈസ്. ഇതെങ്ങനെയാണെന്ന് നമുക്കും അറിയണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ ഇത് വാങ്ങണമെന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഗൈസ്, അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടർല ട്രിപ്പ് അവസാനിപ്പിച്ച് നമ്മളിങ്ങനെ പോരുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഈ ട്രാവലർ നമ്മൾ ഫ്രണ്ടിൽ കണ്ടത് കേട്ടോ. ഒരു ഭയങ്കര വൈബിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അവരുടെ പുറകെ നമ്മളും അവരുടെ പാട്ടിനനുസരിച്ച് വൈബ് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ നമുക്ക് ലാസ്റ്റത്തെ ഒരു ഫൈനൽ ടച്ചപ്പ് എന്ന രീതിയിൽ നമ്മൾ മന്തി കഴിക്കാൻ കയറുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടിൽ നമ്മൾ മന്തി കഴിക്കാൻ വേണ്ടി കയറുകയാണ് കേട്ടോ.
മന്തി അടിപൊളിയായിരുന്നു കേട്ടോ, പറയാനൊരു രക്ഷയില്ല. കാരണം നമ്മൾ രാവിലെ ആ ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ഈ ഫുഡ് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. അങ്ങനെ ആ ഫുഡെല്ലാം നമ്മൾ ഫിനിഷ് ചെയ്ത് ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. എന്നാൽ മാത്രമേ എന്തെങ്കിലും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ബൈ.